ഒരു സാധനത്തിനെ കൊണ്ട് സോഷ്യൽ മീഡിയ പൊറുതി മുട്ടിയിരിക്കുകയാണ്. ഗുരുവായൂർ അമ്പലത്തിൽ കണ്ണനെ പായസം കൊണ്ടുപോണ്, കണ്ണനിപ്പോൾ പായസം കുടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പായസമെന്നും പറഞ്ഞ് വെള്ളം കലക്കിയതും കൊണ്ട് പോയി. ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടുപോയി ജനങ്ങളെ മൊത്തത്തിൽ ഇളക്കി, അതായത് ഹിന്ദുക്കളെ മൊത്തത്തിൽ ഇളക്കി. ഇതായിരുന്നു അവളെ ആവശ്യം. അതിന് ഒരുപാട് പേര് റിയാക്ട് ചെയ്തു. ജസ്നയ്ക്ക് ഒരുപാട് കമൻറ്റുകൾ വന്നു തുടങ്ങി. വെറും മോശമായ കമൻറ്റുകളാണ് ജസ്നയ്ക്ക് വന്നത്. അവരെന്തായാലും വെറുതെ ഇരിക്കില്ല. ഒരു മുസ്ലിം പെൺകുട്ടി ഇതേ കണക്ക് തെണ്ടിത്തരം കാണിച്ച് ഗുരുവായൂർ അമ്പലത്തിനകത്ത് കൊണ്ടുവന്ന് പായസം കണ്ണന് പ്രതിഷ്ഠ വയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടിന്നിൽ മഴവെള്ളം കലക്കിയതുമായിട്ട് പോയി. പായസമൊന്നും പറഞ്ഞ് കൊണ്ടുപോയി. കളിയാക്കുന്ന രീതിക്കാണ് പോയി. ജസ്റ്റിനെ കളിയാക്കുകയാണ് ചെയ്തത്. ഇന്ന് അവരെ മതത്തിലുള്ളവർക്ക് എന്തുകൊണ്ട് അത് തോന്നുന്നില്ല? അഥവാ തോന്നിയാൽ തന്നെയും അവർ മര്യാദയ്ക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാതെ അവർ കൊണ്ടുചെന്ന് അവിടെ വയ്ക്കും. അല്ലാതെ ഞാനിതും കൊണ്ട് പോവേണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ടിന്നിൽ പായസം പിടിച്ച് അല്ലെങ്കിൽ കവറിൽ പായസം പിടിച്ചുകൊണ്ടൊന്നും അവർ പോണില്ല. അവരാരും പോണില്ല. നിൻ്റെ കണക്ക് ഇത്ര തെണ്ടിത്തരം ഒരു മനുഷ്യനും കാണിക്കില്ല. അപ്പം നിനക്ക് വേണ്ടിയത് എന്താണെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. അത് ഓരോരുത്തരും റിയാക്ട് ചെയ്തായിരുന്നു. അപ്പോൾ റിയാക്ട് ചെയ്തവരെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചുകൊണ്ട് വീണ്ടും വന്നിരുന്നും കൊണ്ട് അതിനെ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യണേണ് എന്ന് പറഞ്ഞുകൊണ്ട് ജസ്നയ്ക്ക് റീച്ചിന് വേണ്ടി അവരെ എടുത്തു വെച്ച് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ വാക്കൊന്ന് കേൾക്കാം. ഒന്നും നടക്കൂല. അത് നമ്മളാദ്യം ചിന്തിക്കണം. നമുക്ക് പോസിറ്റീവ് മാത്രമേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചെങ്ങാനും പോസിറ്റീവ് കിട്ടിയാലേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അത് ഒരിക്കലും നടക്കില്ല. നമുക്ക് ഏറ്റവും വേണ്ടത് നെഗറ്റീവ് മാത്രമാണ്. നെഗറ്റീവ് തന്നല്ല, നിനക്ക് വേണ്ടിയത് നെഗറ്റീവ് മാത്രമാണ്. അതിനു വേണ്ടിയാണ് നീ കണ്ണൻ്റെ പടം വരയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നീ കണ്ണൻ്റെ പടം വരച്ചിട്ട് ആ ഫോട്ടോ അല്ലെങ്കിൽ സ്കെച്ച് എടുക്കുന്നു. സ്കെച്ച് എടുത്തതിന് ശേഷം അതാരും വാങ്ങാത്തത് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് ജസ്നയുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ വന്നിരുന്നും കൊണ്ട് പറയുന്നുണ്ട്. ആദ്യം കുറച്ച് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറഞ്ഞ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ലാസ്റ്റ് ഫോൺ നമ്പരും വെച്ചിട്ട് നിങ്ങളെല്ലാവരും ഇത് വാങ്ങണം എന്ന് പറയും ജസ്ന. ജസ്നയുടെ പടം ഇതാരും വാങ്ങിക്കാത്തത് കൊണ്ട് ജസ്ന ഭയങ്കര വിഷമത്തിലാണ്. ആർക്കും വേണ്ട ഇപ്പം. ജസ്ന ഒരുപാട് പടം ഇതുപോലെ സ്കെച്ച് എടുത്ത് അവിടെയൊക്കെ ഒട്ടിച്ച് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഇതാരും വാങ്ങിക്കുന്നില്ല. അതുകൊണ്ട് ജസ്ന വന്നിരുന്നും കൊണ്ട് നെഞ്ചത്തടിച്ച് നിലവിളി തന്നെ. ഇപ്പം ജസ്ന പറയണത് ഈ പായസത്തിൻ്റെ ആ വിഷയം എടുത്തിടാൻ കാരണം തന്നെ ജസ്നക്ക് നെഗറ്റീവ് വേണം. പായസം കൊണ്ടുവന്ന് കണ്ണൻ്റെ മുന്നിൽ വയ്ക്കുന്നു എന്ന് പറയുമ്പോൾ, ഗുരുവായൂർ അമ്പലനടയിൽ കണ്ണൻ്റെ മുന്നിൽ വയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങളെല്ലാവരും ഇളകും. എല്ലാവരും വന്നിട്ട് അതങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. അതിനു വേണ്ടി ജസ്ന കളിച്ച കളിയാണ് ഒരു ടിന്ന് പായസമായിട്ട് പോകുന്നത്. അത് സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്യുകയും അപ്പോൾ ജനങ്ങൾ കൊണ്ടിളവുകയും ഇതായിരുന്നു ജസ്നയുടെ ആവശ്യം. അങ്ങനെ ജനങ്ങൾ ഇളകി. ഒരുപാട് പേര് അത് റിയാക്ട് ചെയ്തു. കമൻറ്റിലൂടെ ഒരുപാട് കമൻറ്റ് ജസ്നയെ മോശം കമൻറ്റ് തന്നെ പറയുന്നത്. ജസ്ന കണ്ണൻ്റെ പടം വരച്ച് മാന്യമായ രീതിക്ക് അത് വിൽക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അതുപോലെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ ഒരു പെൺകുട്ടി ഇതേ കണക്ക് കയറിക്കിടന്ന് മുമ്പ് തന്നെ നമുക്ക് മനസ്സിലാക്കാമെന്നുള്ളതേ ഉള്ളൂ. എന്തോ വിഷയമായതാണ് ജസ്നയുടെ പേരിൽ. അതുപോലെ ഗുരുവായൂർ അമ്പലനടയിൽ കയറി ഇറങ്ങി അവിടെ നിന്ന് വീഡിയോ മൊത്തം എടുത്ത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ അത് കൊണ്ടുപോവേണ്, അല്ലെങ്കിൽ ഒരു കുഞ്ഞൊരു കൊലയും കൊണ്ട് പോവും. എന്തായാലും ഇവിടെയൊക്കെ പാളയം കോടന എന്താ പറയും, ഒരു കുഞ്ഞ്, അത് അവർക്ക് വേണ്ട, ജസ്നയുടെ വീട്ടുകാർക്ക് വേണ്ടാതെ കളയുന്ന ഒരു കുഞ്ഞു കൊലയായിട്ടായിരിക്കും പോണത്. വലുതെല്ലാവരും അവരെടുക്കും. ഇല്ല, കണ്ണനെ കളിയാക്കുന്ന, ഗുരുവായൂർ അമ്പലത്തിനെ അവരെ കളിയാക്കുന്ന രീതിക്കാണ് ജസ്ന ഇതൊക്കെ കൊണ്ടുപോണത്. അതുപോലെ കളിയാക്കുന്ന രീതിക്ക് ഇപ്പോൾ ഒരു ടിന്ന് പായസമായിട്ട് ഗുരുവായൂർ അമ്പലനടയിൽ പോണത് ജസ്നയുടെ ചാനലിലൂടെ പോസ്റ്റ് ചെയ്തത് എന്തിനാണ്? ജനങ്ങൾ ഇളകണം, ഹിന്ദുക്കൾ ഇളകും. മുസ്ലിങ്ങളും വെറുതെ ഒന്നും ഇരിക്കൂല. നീ മുസ്ലിം ഒരു പെൺകുട്ടിയാണ് ഈ കാണിക്കണത്. പടം വരച്ച് വിൽക്കണതിന് ഒരു കുഴപ്പമില്ല. അത് അവരെ തൊഴിലാണ്, ശരിയാണ്. ജസ്ന പണ്ടേ വരയ്ക്കുന്നതാണ് കണ്ണൻ്റെ പടം. അതിനാരും ഒന്നും പറയുന്നില്ല. പക്ഷേ ഇങ്ങനത്തെ തെണ്ടിത്തരം കാണിക്കുന്ന ജസ്നയെ എന്താണ് ചെയ്യേണ്ടത്? ഇതിൻ്റെ പേരിൽ നടപടി എടുക്കണം.
അത്രേ ഉള്ളൂ. അപ്പോഴും ജസ്നെ വീണ്ടും വന്നിരുന്ന് പറയുന്നു, പോസിറ്റീവ് കൊണ്ട് ഒന്നും ആവൂല, നെഗറ്റീവ് കൊണ്ടേ കയറാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. എങ്ങനെയുണ്ട്? അതാണ് ജസ്നയുടെ ആവശ്യം. ജസ്നയെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. നെഗറ്റീവ് നമ്മുടെ ലൈഫിൽ കൂടെ ചുറ്റിക്കറങ്ങിയാലേ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു നിലയിലെത്താൻ പറ്റുള്ളൂ. ആ ഒരു കാര്യം ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് തോനെ നാൾ നിലനിൽക്കുമെന്ന് തോന്നുന്നുണ്ടാ? നെഗറ്റീവിലൂടെ കയറാനായിട്ട് മുന്നേറാൻ പോകുന്നവരൊക്കെ വെള്ളം കുടിക്കുന്നുണ്ട്. മിക്കവാറും അങ്ങനെ വെള്ളം കുടിക്കും. എത്രത്തോളം നെഗറ്റീവ് വരുന്നോ അത്രത്തോളം നമ്മൾ തളരാതെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ നമുക്ക് പറ്റും. അത് ഇവന്മാർക്ക് അറിയാം പറ്റും. ഇതുപോലെയായിരുന്നു നമ്മളെ രേണു ഇതുപോലെയായിരുന്നു. പോസിറ്റീവിലൂടെ കയറാൻ പറ്റുന്നില്ല, നമുക്ക് നെഗറ്റീവിലൂടെ കയറാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് രേണു പല സ്ഥലത്ത് നെഗറ്റീവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വടേര വിഷയം വിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഡ്രസ്സിൻ്റെതായിരുന്നാലും ഓരോന്ന് പറയുന്നുണ്ട്. എന്തെല്ലാം പബ്ലിക്കിൽ വന്നിരുന്ന് പറഞ്ഞത്. അതുപോലെയാണ് ഇപ്പം ജസ്നയ്ക്ക് നെഗറ്റീവിലൂടെ കയറണം, എനിക്ക് പോസിറ്റീവിലൂടെ കയറാൻ പറ്റുന്നില്ല എന്നാണ് പറയണത്. മനസ്സിലായില്ലേ? ഇപ്പം ഇതാണ് കാര്യം. ഇവന്മാർക്ക് അറിയില്ല. ഇവർമാർക്ക് ഈ റിയാക്ഷൻ വീഡിയോ എന്നും പറഞ്ഞിട്ട് പരദൂഷണം പറഞ്ഞ് ഈ പെണ്ണുങ്ങളെ സ്വഭാവം. പണ്ടൊക്കെ പെണ്ണുങ്ങളായിരുന്നു പരദൂഷണം ഈ മറ്റേ കുടുംബശ്രീയിലൊക്കെ പോയിട്ട് പറയാറ്. ഇപ്പം ആണുങ്ങൾ വീട്ടിൽ കുത്തിരിന് മറ്റേ കാറിൽ കുത്തിരിനൊക്കെ പരദൂഷണം പറയലൊടുങ്ങിക്ക്. ഇതിനെക്കാട്ടും നല്ല പിന്നെ എവിടെ കുത്തിരുന്നാണ് പറയണത്? നീ എവിടെ കുത്തിരുന്നാണ് പറയണത്? നീ കാറിനകത്തും വീട്ടിനകത്തും വല്ല കടകളിൽ വല്ല ഷോപ്പിലും കൂടുതലും സ്വർണ്ണം എടുക്കാനെന്നും പറഞ്ഞുകൊണ്ട് പോയി അതുപോലെ ഇമിറ്റേഷൻ സാധനങ്ങളൊക്കെ എടുത്തും കൊണ്ട് അവിടെ ചെന്നിരുന്നല്ലേ കുത്തിയിരുന്നല്ലേ എന്നാണ് പറഞ്ഞത്. കുത്തിയിരുന്ന് എനിക്ക് സംസാരിക്കാനും അറിഞ്ഞൂടാ, ആ വാക്കൊന്നും വരുന്നില്ല. കാട്ടും നല്ല അവർക്കൊരു വിരിച്ച് ഭിക്ഷ എടുത്ത് തിന്നുന്നതല്ലേ, എത്രയോ നല്ലത് അതാണ്. അത് തിരിച്ചും ചോദിക്കാനുള്ള അതാണ്. തിരിച്ചും ജസ്നക്ക് വിരിച്ചിരുന്ന അല്ലെങ്കിൽ എവിടെയെങ്കിലും അമ്മ തായേ എന്നും പറഞ്ഞിരുന്ന് ഭിക്ഷ എടുത്തൂടെ? പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ പടം മേടിക്കണേ എല്ലായിടത്തും പോയിരുന്നുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ പോണ വഴിക്കും പറയുന്നതാ, എൻ്റെ ഗൂഗിൾ പേ വാട്സാപ്പ് നമ്പർ ഇതാ ഇട്ടിട്ടുണ്ട്. എൻ്റെ പടം ആരും വാങ്ങിക്കണില്ല. ആരാണ് ഇങ്ങനെ പിച്ച തണ്ടും പോലെ പറഞ്ഞുകൊണ്ട് നടക്കണത്? അതുമല്ലെങ്കിൽ നാഗചേച്ചി പറയും പോലെ ഷിറ്റിട്ട് അവിടെ തന്നെ വാരി തിന്നുന്നതായിരിക്കും ഇവർക്കൊക്കെ നല്ലത്. അത് ജസ്നേരെ സ്വന്തമായിട്ടുള്ള കാര്യമാണ് ജസ്ന വന്നിരുന്ന് പറയണം. നാഗച്ചേച്ചി പറയും പോലെ ഷിറ്റിട്ട്, അത് മനസ്സിലാവുമല്ലോ എന്തരാണ്. അത് ജസ്നയുടെ സ്വഭാവമാണ്. ജസ്ന അങ്ങനെയാണ് ചെയ്യണത്. എന്നിട്ടാണ് പായസമൊന്നും പറഞ്ഞ് കലക്ക് വെള്ളമായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടുപോയത് കളിയാക്കാൻ. ഇത്രയും സത്യം പറഞ്ഞാൽ ഇതേ കണക്കൊരു ജന്മത്തിന് കണ്ടിട്ടില്ല. അല്ലാതെ ഇങ്ങനെ വ്യാജപ്രചരണം നടത്തിയിട്ട് മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കും, ഒന്നും നടക്കൂല. ആര് മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചതാര്? നീയല്ലേ, ജസ്ന അല്ലേ ഇത്രയും കാണിച്ചു കൂട്ടിയത്? ജസ്ന അല്ലേ മതങ്ങൾ തമ്മിൽ അടുപ്പിക്കാൻ ശ്രമിച്ചത്? നിനക്ക് ആവശ്യം ഇതായിരുന്നു, നെഗറ്റീവ് വേണം. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിന് റിയാക്ട് ചെയ്തായിരുന്നു ഈ പായസവും കൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോണതിന്. അതിലും വേറുള്ളവരും ഒക്കെ റിയാക്ട് ചെയ്തായിരുന്നു. അപ്പം അതുലിനെ എടുത്ത് വെച്ച് അതുലിൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കണേ. ജസ്നക്ക് ഇപ്പം ഒന്നിനും ഒരു കുഴപ്പമില്ലേ. മറ്റത് കാല് മുറിക്കാൻ പോകണമെന്നും പറഞ്ഞ് ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കിടന്നില്ല. എൻ്റെ കാലിപ്പം മുറിച്ചു മാറ്റും. ഹോസ്പിറ്റലുകാരെ പറയാൻ ശ്രമിച്ച്, അവരെ മോശക്കാരാക്കാൻ ശ്രമിച്ച്, അവരെ പേരിൽ എന്തൊക്കെ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചു. പക്ഷെ അതൊന്നും അവിടെ നടന്നില്ല. അതെല്ലാം പാളിപ്പോയി. എടാ അതുലല്ല സോറി സൗണ്ട് തോമേ, നിന്റെ അല്ല നീ പറയണ നമ്മളാരാണ്? വർക്കി തോമാച്ചിയാ? അല്ല ബാക്കിയുള്ളവരെ സൗണ്ട് തോമയെന്നൊക്കെ വിളിക്കുന്ന വർക്കി തോമാച്ചിയാ? ഇപ്പൊ കണ്ടിട്ട് അങ്ങനെയാണല്ലോ തോന്നണത്. അച്ഛനെയാണ് അടിച്ച് ആശുപത്രിയിലാക്കിയത്. അമ്മ പറഞ്ഞില്ലു? ഓ അമ്മ പറഞ്ഞില്ലായിനു? നിന്റെ അച്ഛനെയാണ് അടിച്ച് ആശുപത്രിയിലാക്കിയ അമ്മ പറഞ്ഞില്ലായിനു? ഒന്ന് പറഞ്ഞു തൈനു. അമ്മ ആരാന്ന് വെച്ചിട്ട് പറയാ എന്ന് കരുതിയിട്ടായിരിക്കും നിന്നോട് പറയാതിരുന്നത്. വീട്ടിൽ പോയി അന്വേഷിച്ചു നോക്ക്. അടിച്ച് ഹോസ്പിറ്റലിലാക്കിയത് ഇതിന്റെ അച്ഛനെയാ.
ഓ പുള്ളിക്കാരി കാല് വയ്യാതെ കിടന്ന് കാല് മുറിക്കുമെന്നും പറഞ്ഞ് കിടന്നതിൻ്റെ അത് അതിൽ എന്തോ പറഞ്ഞു കാണുമായിരിക്കും. അത് ഉള്ളതാണല്ലോ, കാല് മുറിച്ച് എൻ്റെ കാലിപ്പം മുറിക്കും, മുറിച്ച് മാറ്റും, ആശുപത്രിക്കാർക്ക് അവരെ പേരിൽ കേസെടുക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. ഉടനെ അങ്ങ് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുകയാണ്. എത്ര വിവരം ഉണ്ടെന്ന് നോക്കിക്കൊള്ളണം. എടാ, നിന്റെ അമ്മയുടെ നായരുടെ കല്യാണത്തിന്റെ കാറ്ററിംഗ് എനിക്കല്ലായിരുന്നോ? അതുകൊണ്ടല്ലായിരുന്നു. അമ്മേരെ നായരുടെ കല്യാണത്തിൻ്റെ കാറ്ററിങ്. ഓ, അന്ന് വിളമ്പാണ്ടായിരുന്നല്ലേ? ഓ അത് ശരിയാ. ഞാൻ ഗുരുവായൂർ ബിരിയാണി വിളമ്പിയത്. അതെന്തായി നീ ഇതിൽ കൂട്ടിച്ചേർക്കാഞ്ഞ്? ഓ, അമ്മയുടെ നായര് 2ാം കെട്ട് കെട്ടുക എന്നറിയുമ്പോ നിനക്കൂടി നാണക്കേടായിട്ടായിരിക്കുംല്ലേ? അയ്യോ, അത് മറന്നുപോയിട്ടോ. അയ്യോ മറന്നു പോയോടി. അത്തേരും ഒരു വിവരമില്ലാത്ത വാക്ക്. ഒന്നീ മനുഷ്യന് മനസ്സിലാവണം. ഇത് മനുഷ്യന് മനസ്സിലാവണതുമില്ല. അമ്മേരെ നായരെ 2ാം കെട്ടിനല്ല 4ാം കെട്ടിനാണ് നിന്നെ കണ്ടത് അവിടെ, അറിഞ്ഞില്ലേ? നേരെ തിരിച്ചായിരിക്കും ഈ പയ്യ അവിടെ വന്ന് ഇന്ന് വിളമ്പിയത്. ഇനി അതിൻ്റെ ഇടയിൽ കൂടെ ബിരിയാണി ഒരിടത്തൂടെ കോരിക്കൊണ്ട് പോയാ ഗുരുവായൂർ അമ്പലത്തിൽ വെക്കാനെന്നും പറഞ്ഞ് അവിടെ ഇനി ഒരു കളിയാക്ക് നടത്തിയായിരിക്കും. അതെന്ത് വീഡിയോ ഇടാത്തത്? ആ കല്യാണ സഭയിൽ വിളമ്പിയിട്ടേ വേറെ ആരുമല്ല വിളമ്പിയത്, നീയല്ലേ വിളമ്പിയത്. അപ്പം ജസ്റ്റിന് ഒരു കാര്യം ചെയ്യാത്തത്, അതിന് ഒരു പ്ലേറ്റ് അതിൽ നിന്ന് കോരിക്കൊണ്ടുവന്ന് ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടുപോയാ, കണ്ണന് കൊടുക്കാൻ കൊണ്ടുപോയാ. പോയിട്ടുണ്ട്. അത് കൂടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണ്ടായിരുന്നാ? പോയോടി തുത്തുരുവാവേ, ഞാൻ ഓർമ്മിപ്പിക്കാലോ നിന്നെ. മോള് പറഞ്ഞില്ലേ എൻ്റെ അമ്മയുടെ നായരെന്ന്, അങ്ങനെ ഒരു പ്രസ്ഥാനമുണ്ട്. പക്ഷെ എനിക്ക് തിരിച്ച് നിന്നോട് നിന്റെ അമ്മയുടെ നായര് എന്ന് പറഞ്ഞ് തെറി പറയാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാ? നിന്റെ അമ്മയ്ക്ക് എത്ര നായന്മാരാണ് എന്ന് വേണ്ടേ ഞാൻ ആദ്യമേ ചോദിക്കാൻ? നേർവഴി വല്ല ആവശ്യം ഉണ്ടായിരുന്ന ഈ വാക്ക് പറയിക്കേണ്ടി? വല്ല ആവശ്യം ഉണ്ടായിരുന്ന? മിണ്ടാതെ അവിടെ ഇരുന്നാ പോരേരുന്ന? മിണ്ടാതെ വായു അടച്ച് പൂട്ടി ഉള്ള നാക്കിന് എല്ലില്ലെന്ന് വിചാരിച്ച് എന്ത് തോന്നിയാസോ അങ്ങ് പറയാമെന്ന് വിചാരിച്ചല്ലേ? അത് തന്നെ കിട്ടിയല്ല ഇരിപ്പത്. വഴി കൂടെയും താഴത്തൂടുള്ള വഴി കൂടെയും അടുക്കളപ്പുറത്തൂടെയും എത്ര പേരാ അവിടെ കയറി ഇറങ്ങുന്നേ? അല്ല, കഥകള് പലതും ഉണ്ടല്ലോ. അല്ല, അതൊക്കെ പോട്ടെ, നിനക്ക് എത്ര നായരുണ്ട്? നേർവഴി കൂടെയും അടുക്കളപ്പുറത്തൂടെയും താഴ്വഴി കൂടെയൊക്കെ എത്ര എണ്ണം? അല്ല, അതൊക്കെ പോട്ടെ. മാനം മര്യാദയ്ക്ക് ഇതേ കണക്കുള്ള സ്വഭാവം ഇല്ലാത്ത ആമ്പിള്ളേരെ മണ്ടയിലാണ് കയറിയത്. അവരെ അച്ഛനും അമ്മയ്ക്കും വിളിച്ചിട്ടല്ലേ ഇങ്ങനെ ആയത്. കണ്ണനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിച്ചിട്ട് എന്തിനാണ് പോയിരുന്ന നാറ്റം വെച്ച കൈ കൊണ്ടിട്ട് കണ്ണൻ്റെ പടം വരയ്ക്കണത്, കണ്ണൻ്റെ സ്കെച്ച് എടുക്കണത് എന്തിനാണ്? എന്നിട്ടല്ലേ ബാക്കിയുള്ളവർക്ക് അത് വിൽക്കണത്? ഇതിൻ്റെയൊക്കെ ശാപം കേൾക്കൂലേ ഇങ്ങനെയൊക്കെ ചെയ്താൽ? ഇപ്പം ഇതാ ഈ പയ്യൻ്റെ അച്ഛനും അമ്മയ്ക്കും വിളിച്ചിരിക്കണം, അതുലിൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിരിക്കണം. നിനക്ക് എത്ര വിവരമുണ്ട്? ഇപ്പം നീ ചെയ്യണ ജസ്റ്റിന് ചെയ്യുന്ന തെണ്ടിത്തരങ്ങൾക്കെല്ലാം ആരും മിണ്ടാതിരിക്കുമോ? റിയാക്ട് ചെയ്യും. ഒരുപാട് പേര് റിയാക്ട് ചെയ്തല്ലോ. ഗുരുവായൂർ അമ്പലത്തിൽ പിന്നെ പായസവും വെച്ച് ആ പായസം കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇനി ആരാ അവരെന്തരാ ചെയ്യട്ടെ? ലേലം വിളിച്ച് ആർക്കാ കൊടുത്ത്? എല്ലാം കൂടെ വയറിളവി ആശുപത്രിയിലാണ് ലേലം വിളിച്ച് കൊടുക്കാൻ. ഇച്ചോരിപ്പോൾ ജീവനോടെ ഉണ്ടാന്ന് പോലും അറിഞ്ഞൂടാ. അല്ല, അതൊക്കെ പോട്ടെ. എടി മോളെ, വീഡിയോ ആരും നിന്റെ മൈൻഡ് ചെയ്യാത്തോണ്ടാണോ നീ ഇപ്പോ ഈ പരിപാടിയും കൊണ്ട് ഇറങ്ങിയത്? കറക്റ്റ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു, ജസ്റ്റിനാരെ വീഡിയോ ആരും മൈൻഡ് ചെയ്യുന്നില്ല. കൂടിപ്പോയ ഒരു 500 വ്യൂ പോലും ജസ്റ്റിനാക്ക് ഇല്ല. 200-300 വ്യൂ പോലും കഷ്ടിച്ചേ ഉള്ളൂ. ഒരുപാട് ഷോർട്സ് ഒരു ദിവസം ഇടുന്നുണ്ട്. എവിടെയൊക്കെ തമിഴ്നാട്ടിലും അവിടെ എവിടെയൊക്കെ പോയി പൂന്തോട്ടത്തിലും അവിടെ എവിടെയൊക്കെ മറിഞ്ഞുള്ള വീഡിയോകൾ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തൊക്കെ എടുത്ത് വീഡിയോ ആക്കി ഇടുന്നുണ്ട്. പക്ഷേ ജസ്റ്റിനാരെ വീഡിയോ റീച്ചില്ല. ആ റീച്ച് ആവാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടില്ലേ, എനിക്ക് പോസിറ്റീവ് മാത്രം കിട്ടിയാൽ പോരാ, എനിക്ക് നെഗറ്റീവിലൂടെ കയറണം, അപ്പോഴേ ഞാൻ ഉദ്ദേശിച്ചത് നടക്കുകയുള്ളൂ. ഇതാണ് ജസ്റ്റിനെ ഉദ്ദേശിച്ചത്. അതിനാണ് ജസ്റ്റിനെ ഇതിൽ പായസമായിട്ട് പോയത്. ഇനിയിപ്പോൾ വേറെ ഒന്നുമല്ല, ചിക്കൻ ബിരിയാണി ആയിട്ട് പോവും. അത് ഇവരൊക്കെ പറഞ്ഞത് കാര്യം തന്നെയാണ്.
ഇനിയിപ്പോൾ ബിരിയാണി ആയിട്ട് പോവും. ഞാൻ ദാ ഗുരുവായൂർ കണ്ണൻ്റെ നടയിൽ ബിരിയാണി കൊണ്ടുവന്ന് വെക്കാൻ പോവേണമെന്ന് പറയുമ്പോൾ ജനങ്ങൾ ഇളകുമ്പോൾ അത് കയറി വീഡിയോ എല്ലാം കാണും. അപ്പോഴേ റീച്ചുള്ളൂ. ഇതാണ് ജസ്നയുടെ ആവശ്യം. ഇന്നലെ മറ്റേ അതുലിനിട്ട് കൊടുക്കുന്നത് കണ്ടു, ഇന്ന് ഈ അതുലിനിട്ട് അല്ലേ? പക്ഷെ നിനക്ക് മാറിപ്പോയടി, വന്ന സ്ഥലം മാറിപ്പോയടി, സുന്ദരി മാറിപ്പോയി കേട്ടോ. എടി ഓക്കെ, മിസ്ലീഡിങ് തമ്മനയിലാടി ഞാൻ എഴുതി വെച്ചത്. അതിനകത്ത് എനിക്ക് ഒരു തുള്ളി പോലും സങ്കടമില്ല. തന്തയില്ലാത്ത ജസ്ന സലീം എന്ന് ഞാൻ എഴുതി. അതിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തണമായിരുന്നു. പാറ്റയ്ക്കുണ്ടായ ജസ്ന സലീം എന്ന് എഴുതണമായിരുന്നു. അതേ ഉള്ളൂ എനിക്ക് ചെറുതായിട്ട് അതിനകത്തൊരു മാറ്റം വരുത്തണമെന്ന് തോന്നിയത്. വേറൊന്നും ഒരു രീതിയിലും ഞാൻ മാറ്റത്തില്ല. അതങ്ങനെ തന്നെ അവിടെ കിടക്കും. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഇവളുടെ മറ്റേടത്തെ വീട്ടിലുണ്ടാക്കിയ പായസം എടുത്തുകൊണ്ട് തള്ളിക്കേറി ചെന്നു. കണ്ണന് കൊടുക്കാനാണ്. തന്തയില്ലായ്മ കാണിച്ച ഇവളെ പച്ചയ്ക്ക് തന്തയ്ക്ക് തന്നെ ഞാൻ വിളിക്കും. അതിനകത്ത് എനിക്ക് ഒരു തുള്ളി പോലും പ്രശ്നമില്ല. ആ പായസം കൊണ്ട് അവിടെ ചെന്നതും അവിടെ കൊണ്ടുവന്ന് വെച്ചു എന്ന് പറയുന്നു. വെക്കുന്നതെന്ന് ജസ്റ്റിനെ കാണിക്കുന്നില്ല. ഇതിങ്ങനെ താല്പര്യം വിളക്കും പിടിച്ചുകൊണ്ട് പോകും കണക്ക് കൊണ്ടുപോകുന്നുണ്ട്. പോയിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ച് വന്ന് പിന്നെ അവിടെ വേറെ ഒന്നിനും നിന്നില്ല. എനിക്ക് തോന്നണം അവിടെ ഉള്ളവർ അവിടെ നിന്ന് നാട് കടത്തി എന്നാണ് തോന്നണത്. അടിച്ച് ഓട്ടിച്ചെന്ന് തോന്നണം. ഒരു മനുഷ്യരും ജസ്റ്റിനെ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. അറിയാം ഇത് കുഴപ്പമാണെന്ന്. അതുകൊണ്ടായിരിക്കും ആരും ശ്രദ്ധിക്കാത്തത്. മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? അല്ല, ഇവള് എൻ്റെ മട്ടേ അതുളിൻ്റെ ഒക്കെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കുന്നുണ്ടല്ലോ. എടി വിളിക്കടി ഇതാ മോളെ. പക്ഷെ ഒരൊറ്റ കാര്യം, ഈ ജസ്നയുടെ സ്വഭാവം അങ്ങനെയാണ്. ആര് കമൻ്റ് ഇടോ ഒന്നുകിൽ അത് എടുത്ത് വെച്ചിട്ട് അവരെ തന്തയ്ക്കും തള്ളയ്ക്കും വിടുക. അപ്പം ഈ വിളിക്കും. അപ്പം ഈ ജസ്ന പറയുന്നത്, ജസ്ന കാണിക്കുന്ന പ്രവൃത്തിയൊക്കെ തെമ്മാടിത്തരല്ലേ ജസ്ന കാണിക്കണത്? ജസ്നെ ഞാൻ ചോദിക്കട്ടെ, ഈ പള്ളിയിലാണെങ്കിൽ ജസ്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ടിട്ടില്ല. ഒരു വീഡിയോ ഇട്ടിട്ട് ഞാൻ എന്താ ഇന്ന പള്ളിയിൽ പോവേണ്, ഞാൻ ഇന്നത് അവിടെ കൊണ്ടുവന്ന് വെക്കാൻ പോവേണ്, ആരെങ്കിലും വല്ലതാ പറയോ? ഇല്ലല്ല. നമ്മളെ മതത്തെ വിശ്വസിച്ച് നമ്മളിപ്പോൾ ആ പള്ളിയിൽ വല്ലതാ കൊടുക്കണം, അല്ലെങ്കിൽ തിരിയാ പിച്ചിപ്പൂവാ അങ്ങനെ എന്തെങ്കിലും സാധനം നമ്മളെ കയ്യിലുള്ള ക്യാഷാ എന്തു വേണോ അവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പ്രാർത്ഥിക്കാൻ ദുആ ചെയ്യാനായിട്ട് പറയുന്നത് നല്ല രീതിക്ക് കൊണ്ടുവന്ന് അവിടെ കൊടുക്കണം. അങ്ങനെയാണ് ചെയ്യാനുള്ളത്. അതുപോലെ അവരാരും ഇതേ കണക്ക് കൊണ്ടുവന്ന് ഞാനിവിടെ പ്രതിഷ്ഠ വയ്ക്കാൻ പോവേണ്, അഥവാ അവർക്ക് അങ്ങനെ വല്ലതാ നേർച്ച ഉണ്ടെങ്കിൽ തന്നെയും ഹിന്ദുക്കൾക്ക് അങ്ങനെ വല്ലതാ നേർച്ച ഉണ്ടെങ്കിൽ തന്നെയും അവരതിൻ്റെ മര്യാദയ്ക്ക് അവർ സോഷ്യൽ മീഡിയ വഴി ഞാൻ ഒരു കലം പായസമായിട്ട് ഞാൻ പോവേണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പള്ളി സ്ഥലങ്ങളിൽ കൊണ്ടു കൊടുക്കൂല. അവർ അഥവാ ഉണ്ടെങ്കിൽ അവിടെ വന്നിട്ട് അവർ പറയും എനിക്കിങ്ങനെ ഒരു നേർച്ച ഉണ്ട്, അവരെ ആഗ്രഹം അത് ഒന്നീ സാധിച്ചു അല്ലെങ്കിൽ സാധിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് മര്യാദയ്ക്ക് അവിടെ കൊണ്ടുവന്ന് കൊടുക്കും. പള്ളി സ്ഥലങ്ങളിലായിരുന്നാലും മറ്റുള്ള ഹിന്ദു മതക്കാർ അവർ കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അവരത് അവിടെ സ്വീകരിക്കും, നല്ലതുപോലെ സ്വീകരിച്ചു. ഇത് ഞാൻ ഇങ്ങനെയാണ് ഒരു ചെറിയ ഒരു കിണ്ണത്തിൽ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ കണ്ണന് കൊണ്ടുവന്ന് കണ്ണൻ്റെ നടയിൽ കൊണ്ടുവന്ന് വെക്കാൻ പോവുകയാണ്. വേറെ ഉള്ളവരെല്ലാവരും അവിടെ നിന്ന് കുടിച്ചിട്ടല്ലേ വരണത്. ഞാൻ കൊണ്ടുവയ്ക്കാൻ പോവുകയാണ്, ജസ്സിനെ കൊണ്ടുവയ്ക്കാൻ പോവുകയാണ്. എന്തിനാണ് അത് പറഞ്ഞാൽ ഒരു മുസ്ലിം പെൺകുട്ടി ആയതുകൊണ്ട് കൊണ്ടുവന്ന് വെക്കണം. അപ്പോൾ വർഗീയത ഉണ്ടാക്കുകയാണ് അവിടെ ചെയ്തത്. അവിടെ വർഗീയത ഉണ്ടാക്കി അവർ ഇളകിയില്ലേ, ഹിന്ദുക്കൾ ഇളവിയാ. എന്തുകൊണ്ട് നീ അത് ചെയ്ത്? രണ്ടിത്തരം കാണിച്ചതും പോരാ, പിന്നെ വന്നിരുന്ന് ന്യായീകരിക്കുന്നല്ലേ, നെഗറ്റീവിലൂടെ കയറണല്ലേ. എന്നിട്ട് ബാക്കിയുള്ള മാനമര്യാദയ്ക്ക് വീഡിയോ ചെയ്യുന്നവരാ തന്തയ്ക്കും തള്ളയ്ക്കും വിളി. എവിടത്തെ ന്യായം ഇത്? നിനക്കെന്ത് പോക്രിത്തരവും പറയാം, എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അതങ്ങ് വിശ്വസിച്ച് തരണം അല്ലേ മറ്റുള്ളവർ. അവരെ ആരാധനാലയത്തിലാണ് കയറി കളിച്ചിരിക്കുന്നത്, അവർക്കത് സഹിക്കാൻ പറ്റൂല. നീ കാണിച്ച തെമ്മാടിത്തരത്തെ പറ്റി എന്താണ് മോളെ നീ ഒരക്ഷരം പോലും മിണ്ടാത്തത്? എടി നിനക്ക് ഈ തന്ത അതിപ്പം നേർവഴി കൂടെ ആണെങ്കിലും അടിയിൽ കൂടെ ആണെങ്കിലും അടുക്കള വഴിയാണെങ്കിലും അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നീ അതിനെ പറ്റിയും കൂടെ ഒന്ന് പറ. നീ കാണിച്ച തന്തയില്ലാഴികയെ പറ്റി, അമ്പലത്തിലേക്ക് പായസം കൊണ്ടുപോയതിനെ പറ്റി എന്താ നീ മിണ്ടാത്തത്? നിന്റെ വായിക്കാത്ത നിന്റെ മറ്റവൻ്റെ പഴം ഇരിക്കുക. അത് പിന്നെ അങ്ങനെ കൊണ്ടുപോയാലല്ലേ അവർക്ക് നെഗറ്റീവ് കിട്ടുള്ളൂ. പറഞ്ഞു കേട്ടില്ലേ, ആ നെഗറ്റീവ് പോസിറ്റീവിലൂടെ മാത്രം എന്തായാലും അവളെ മൈൻഡ് ചെയ്യണില്ല. അതുകൊണ്ട്
അങ്ങേ അറ്റ നെഗറ്റീവിലൂടെയാണ് ഇനി കയറാൻ പോണത്. എന്ത് തെണ്ടിത്തരം, എന്ത് തോന്നിയാസം കാണിച്ചിട്ട് മുന്നേറാനാണ് ഉദ്ദേശം. എന്തിന് ഈ ജനങ്ങൾ ജസ്നെ വരയ്ക്കുന്ന ഫോട്ടോ വാങ്ങിക്കുന്നത്? എന്തിനാണ് വാങ്ങിക്കണത്? വാങ്ങിക്കരുത്. വാങ്ങിക്കുന്നത് കൊണ്ടല്ലേ ഇപ്പം കൂടുതലും ഈ ഹിന്ദുക്കളല്ലേ വാങ്ങിക്കണത്. അവരെ കളിയാക്കിക്കൊണ്ടല്ലേ ഈ ചെയ്യുന്ന പോക്കറിത്തരം, തെമ്മാടിത്തരം. പഴം ഇരിക്കുവാണോ? അതോ നിന്റെ മറ്റേ തള്ളയുടെ നായരുടെ പഴം കയറ്റി വെച്ചേക്കുവാണോ? അതുകൊണ്ടാണോ? ഒരിത്തിരി പായസം ആ പാവം കണ്ണന് നേദിക്കാനായിട്ട് അമ്പലത്തിലേക്ക് കൊണ്ടുപോയതാണോ ഇത്ര വലിയ തെറ്റ് എന്ന് ചോദിച്ചു വരുന്ന ആളുകളോടാണ് സ്ഥിരം ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് എന്തെങ്കിലും തെമ്മാടിത്തരങ്ങൾ ഒപ്പിക്കുന്ന ഇവളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ വരരുത്. കറക്റ്റ്. കുറേ ജനങ്ങൾ അതിനും അങ്ങനെ ആയിരുന്നാലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സലീം കാക്ക ഇതൊന്നും കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ എന്തോ. സലീം കാക്ക ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പുള്ളിക്കാരൻ ജയിലിലാണെന്നും അറിയുന്നുണ്ട്. അങ്ങനെയെങ്ങാണ്ടേക്ക് അവിടെ ജയിലിലകപ്പെട്ടാങ്ങാണ്ട കിടക്കുകയാണ്. സലീം കാക്ക ഉണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഉണ്ടെങ്കിൽ തന്നെ ആ മനുഷ്യന് നാണക്കേടല്ലേ. ഈ ജസ്നയുടെ ഉമ്മായും വാപ്പായും ഇതൊന്നും കാണുന്നില്ല. ആ ഉമ്മായും വാപ്പായും പറ്റിയൊക്കെയാണ് ഓരോന്നും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഓരോരുത്തരും പറയുന്നുണ്ട്. പിന്നെ ഈ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചത് ജസ്നെ ചെന്നിരുന്ന് ആലോചിക്കണം. ഈ അതുലിൻ്റെ ആയിരുന്നാലും മറ്റേ ഈ പയ്യനെ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ വീഡിയോ ഒക്കെ കാണാറുണ്ട്. എന്നാലും അതിൻ്റെയും തള്ളയ്ക്കും തന്തയ്ക്കും വിളിച്ച് ആണ് ജസ്നെ വീഡിയോ ചെയ്യണത്. എന്തിനാണ് ഇവരെയൊക്കെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ട് വീഡിയോ ചെയ്യണേന്ന് പറഞ്ഞാൽ ജസ്നക്ക് റീച്ച് കിട്ടും. ഈ അതുലിനൊക്കെ നല്ല വ്യൂ ഉണ്ട്. അപ്പം ഇവരെ ഫോട്ടോയൊക്കെ അതിൽ ജസ്നയുടെ വീഡിയോയിലോട്ട് ചേർക്കുമ്പോൾ ജസ്നയ്ക്ക് വ്യൂ കിട്ടും. അതിന് വേണ്ടിയുള്ള കളിയാണ് ഈ കാണിക്കുന്നത്. ജസ്നെ കാണിക്കുന്ന വേറും പോക്കൃത്തരമാണ്. ഞാൻ പറയണ നിങ്ങൾ ആരും വിട്ടുകൊടുക്കരുത്. ഇവക്കെതിരെ നടപടി എടുക്കുക തന്നെ വേണം. നടപടി എടുക്കണം. അല്ല എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. നിങ്ങളെ മതത്തെയാണ് ജസ്നെ കളിയാക്കിക്കൊണ്ട് ജസ്നെ നിൽക്കണം. ജസ്നാരെ കൂടെ ചിലപ്പോൾ ഒരുപാട് പേര് കാണുമായിരിക്കും. അതുകൊണ്ടാണ് ജസ്നെ ഇങ്ങനത്തെ തെണ്ടിത്തരങ്ങൾ കാണിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി.